വർഷത്തിലോ ജീവിതത്തിലോ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിനോട് ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. 25 വർഷക്കാലത്തെ കുടുംബ ജീവിതത്തിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് നോക്കി ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന്റെ ഒറ്റ കാരണത്താലാണ് ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരം ഖദീജ ബീവിക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു വാഗ്ദാനം ചെയ്ത് ജിബ്രീലിനെ അയച്ചത്. لأنها لم ترفع صوتها على النبي صلى الله عليه وسلم يوما من الأيام ولا آذته أبدا. ഒരിക്കലും നബി തങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല. 25 വർഷമായി നമ്മൾ കല്യാണം കഴിച്ചിട്ട് എത്ര അടി ഉണ്ടായെന്ന് നോക്കൂ, കണക്ക് കൂട്ട്. എൻ്റെ കണക്ക് കൂട്ടി ഒരു 10-50 എണ്ണം കാണും. പിന്നെ നമ്മൾ പ്രസംഗിക്കുന്ന ആൾ പറയണ്ടേ, ഇതന്നെയല്ലേ ജോലി. ഈ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ചില സമയത്ത് വാ തുറന്ന മനുഷ്യന്മാർക്ക് ഇടങ്ങേറി ഈ റാഹത്തായി നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മളീ പറഞ്ഞ് ഈ എവിടെങ്കിലുമൊക്കെ യാത്രയ്ക്ക് പോകുമ്പോഴോ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പോകുമ്പോഴോ, പിന്നെ ആ പലചരക്കടക്കുള്ള പൈസ, ആ ഇറച്ചിക്കാരൻ്റെ പൈസ, പാലിൻ്റെ പൈസ, 3-4 ദിവസം ഇവളുടെ കൂട്ടത്തിലാണ് കിടന്നത്. അന്നേരം എനിക്ക് ചോദിക്കാൻ വയ്യായിരുന്നു. ഒരുമിച്ചിരുന്ന് ചാപ്പാടഴിച്ച് അപ്പോൾ ചോദിക്കാൻ വയ്യായിരുന്നു. വെറുതെ ഇരുന്ന് സിറ്റ് ഔട്ട് ഇരുന്ന് പേപ്പർ വായിച്ചോണ്ട് അന്നേരം ചോദിക്കാൻ വയ്യ അവക്ക്. ഈ ബാഗ് എടുത്തോണ്ട് കാർ സ്റ്റാർട്ടാക്കി ഇറങ്ങാൻ പാലിന്റെ പൈസ എന്നിട്ട് വേണം വൈകിട്ടോട്. പോലീസുകാർ പോലും ഇങ്ങനെ ചോദിക്കൂല. സംഭവം ഇത് വല്ലാത്ത പെറ്റിയാ. വീട്ടിൽ നിന്നാണ് പെറ്റിയായിട്ട് പോകണം നമ്മള്. പിന്നെ പോലീസുകാരെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? ടെൻഷൻ അടിക്കൂല നമ്മൾ സ്വാഭാവികമായിട്ട്. ആകപ്പാട് ഡീസൽ അടിക്കുക. ഒന്നാമത് പണ്ടാ 2000 രൂപയ്ക്ക് അടിച്ചാൽ ഇവിടുന്ന് കൊല്ലം വരെ പോവുള്ളൂ. അതും പോക്കറ്റ് വെച്ചോണ്ട് പോവാ. അപ്പോൾ പറയാം നമ്മൾ പൈസ ടെൻഷൻ. ഇതൊക്കെയാണ് ഈ സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അറിയില്ല പെണ്ണുങ്ങൾക്ക്. അവിടെയാണ് ഈ കുടുംബ പ്രശ്നം ഉണ്ടാകുന്നത് കൂടുതലും. ഖദീജ ബീവി അങ്ങനെയായിരുന്നു, സാഹചര്യം മനസ്സിലാക്കി നബി തങ്ങളെ പ്രവർത്തിച്ചു. ആയിഷ ബീവി അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്നു. നല്ല ടൈം എപ്പോഴാണ്, നല്ല സമയം നോക്കിയിരുന്നു. ഇങ്ങനെ എപ്പോഴാണ് ദുആ ചെയ്യാൻ പറ്റിയ സമയം, നബി തങ്ങളോട് പറയാൻ പറ്റിയ സമയം, ദുആ ചെയ്യാൻ. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടുപേരും കൂടെ ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുമ്പോൾ നബി തങ്ങൾ നല്ല സന്തോഷത്തിലുള്ളത്. കിട്ടിയ ചാൻസ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിലെ ആയിഷ തലവെച്ച് കിടക്കുകയാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നല്ല സന്തോഷം. ആ മുഖം കാണുമ്പോൾ അറിയാം, കൊള്ളാലോ നബി തങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കിയിട്ട് പെതുക്കെ താടിയിലൊക്കെ പിടിച്ച് ചുണ്ടിലൊക്കെ ഒന്ന് തലോടി. ബഹുമാനപ്പെട്ട ആയിഷ ബീവി നബി തങ്ങളോട് പറഞ്ഞു, നബിയെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. പിന്നെന്താ, നിനക്ക് വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ മാ ഖദ്ദമത് വമാ അഖറത് വമാ സറത് വമാ അലനത്. അല്ലാഹ് എൻ്റെ ആയിഷയ്ക്ക് നീ പുറത്ത് ദുആ ചെയ്യണേ. ഇക്ക എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ ഇക്ക എന്ന് പറഞ്ഞാൽ ശരി ചെയ്താക്കാടി എന്നല്ല പറഞ്ഞത്. അപ്പം തന്നെ അങ്ങോട്ട് ചെയ്യലാണ്. ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലല്ല, ഉടൻ തന്നെ അങ്ങോട്ട് ചെയ്യണം. നബി തങ്ങൾ അങ്ങനെയാണ് ചെയ്ത്. ആയിഷ ബീവി അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുത്തു. ആയിഷ ബീവി പറഞ്ഞ ഉടനെ തന്നെ ചെയ്തു. ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് ചോദിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ ചോദിക്കുമ്പോൾ അത് അപ്പം തന്നെ കൊടുക്കണം. അതാണ് അതിന്റെ ഹക്ക്, അതിന്റെ നിയമം അതാണ്. പിന്നെ നമ്മൾ പോയിട്ട് വരുവോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ലല്ലോ. എന്ത് ചോദിച്ചാൽ എന്ത് ചെയ്യണം? അപ്പം തന്നെ കൊടുക്കണം, അല്ലേ? അതാണ് അതിന്റെ അർത്ഥം. അതിന്റെ രീതി അങ്ങനെയാണ്. അപ്പൊ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ദുആ ചെയ്തു. കാരണം നല്ല സന്തോഷത്തിന്റെ അവസ്ഥയിലാ, കിട്ടിയ ചാൻസ് ദുആ ചെയ്തു. നബി തങ്ങൾ അങ്ങോട്ട് ദുആ ചെയ്തപ്പോ ആയിഷ ബീവിക്ക് ചിരിയോടെ ചിരി. നബി തങ്ങൾ ഇതെന്തപ്പാ സാധാരണ ദുആ ചെയ്യുമ്പോൾ ഒരു കരയത് ചിരിക്കല്ലേ? ചിരിച്ച് തലയടിച്ച് മടിയിൽ വീണു. ആയിഷ റളിയല്ലാഹു തആല, ആയിഷ നീ എന്താണ് ഇത്രത്തോളം ചിരിക്കാനുള്ള കാരണം? അല്ലാഹുവിന്റെ റസൂലേ, ലോകത്തിന്റെ നേതാവല്ലയോ എനിക്ക് വേണ്ടി ദുആ ചെയ്തത്, ഞാൻ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുക? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ദുആ എനിക്ക് ഖബൂലായി എന്നതിന്റെ തെളിവാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ നിന്റെ മുന്നിൽ ഞാൻ ദുആ ചെയ്തപ്പോ നീ ഇത്രത്തോളം സന്തോഷിക്കുന്നുവെങ്കിൽ എന്നെ കാണാത്ത എൻ്റെ ഉമ്മത്തികളായ ചുറ്റുമൂലയിലുള്ള ഇതുപോലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി ഓരോ സമയത്തും ഞാൻ ദുആ ചെയ്യാറുണ്ട് ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെന്ന് അന്നുണ്ടായിരുന്നു, ദുആ ചെയ്തിരുന്നു.
അതിൻ്റെ ബർക്കത്താണ് നമ്മളൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ഓർത്തോ, അതിൻ്റെ ബർക്കത്താണ് നമുക്ക് ഇത്രയും ഗുണമുണ്ടാകാൻ കാരണം നബി തങ്ങളുടെ അന്നത്തെ ദുആയാണത്. ആയിഷ ബീവി പോലെ അത്രയും സന്തോഷിച്ചു ആ ദുആയുടെ പേരിൽ. മനസ്സിലായില്ലേ? അപ്പൊ നല്ല സമയം നോക്കിയിട്ട് വേണം ഭർത്താവിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. ഇത് ടെൻഷനുള്ള സമയത്ത് ഒന്നും നമ്മൾ അവതരിപ്പിക്കാൻ പാടില്ല. എന്ത് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പാടില്ല. നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ പകുതിയും നമുക്ക് സോൾവ് ആക്കി എടുക്കാൻ പറ്റും. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ 25 വർഷ കാലയളവിൽ അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ നോക്കിയിട്ട് പറഞ്ഞത്, ബഹുമാനപ്പെട്ട സ്വഹാബ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വന്നിരുന്നിട്ട് ഭൂമിയിൽ 4 വര വരച്ചിട്ട് പറഞ്ഞില്ലേ, ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ അർളി 4 ഖുതൂത്ത്. തങ്ങൾ ഭൂമിയിൽ 4 വര വരയ്ക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, ഹൽ തദ്റൂന മാ ഹാദാ? സഹാബ അറിയുവോ, നിങ്ങൾക്കറിയുവോ ഈ 4 വരയുടെ ഉൾസാരം എന്താണ്? ഖാലു, സഹാബത്ത് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവും അവന്റെ റസൂലും അല്ലാതെ ഞങ്ങൾക്കറിയില്ല നബിയേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഒന്നാമത്തെ വരയിൽ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഫ്ളലു നിസായി അഹ്ലിൽ ജന്ന ഖദീജത്തു ബിൻതു ഖുവൈലിദ്. സഹാബ, സ്വർഗ സ്ത്രീകളുടെ നേതാക്കളിൽ ശ്രേഷ്ഠയായ നമ്പർ 1 ഒന്നാമത്തെ പ്രഥമ വനിത എന്ന് പറയുന്നത് ഖുവൈലിദിന്റെ മകൾ ഖദീജ ബീവിയാണ്. ഒന്നാമത്തെ സ്ഥാനം. അറിയോ എന്താണെന്നറിയോ? ആരും നബിതങ്ങളെ സ്വീകരിക്കാതെ വിശ്വസിക്കാതിരുന്ന സമയത്ത് ആദ്യമായിട്ട് വിശ്വസിച്ചത് ഖദീജ ബീവിയാണ്. ലഖദ് ആമനതു ബിഹി വസദ്ദഖത്. ആരും വിശ്വസിക്കാതിരുന്നപ്പോൾ ആദ്യമായി വിശ്വസിച്ചത് ഖദീജ ബീവിയാണ്. അതുകൊണ്ട് ഖദീജ ബീവിയോട് പ്രത്യേകമായ ചില സ്നേഹവും അനുകമ്പയും നബിതങ്ങൾക്കുണ്ട്. അത് മറ്റുള്ള ഭാര്യമാരോട് പറയുമ്പോൾ അവർക്ക് ദേഷ്യം കൂടെ കയറും. അതങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മുടെ പെണ്ണുങ്ങടുത്ത് നമ്മൾ വേറെ പെണ്ണിൻ്റെ കാര്യം പറയാൻ പറ്റുമടി, ഞാൻ ഇല്ല കല്യാണത്തിന് പോയപ്പോൾ ആ കൊച്ചൊക്കെ ഒരുങ്ങിയിരിക്കുന്ന കണ്ടപ്പോൾ ഒന്നുകൂടെ കെട്ടിയാൽ കൊള്ളാൻ തോന്നിപ്പോയി, തീർന്നു. അന്നത്തെ ചാപ്പാട് വിമ്മു നിറഞ്ഞതായിരിക്കും. ഒന്ന് ചുമ്മാ ഒന്ന് തമാശക്കൊന്ന് പറഞ്ഞ് നോക്കിക്ക്. പിന്നെ നമ്മളെ എങ്ങോട്ടെങ്കിലും കട തുറക്കാൻ വിടത്തില്ല. ഫോൺ വന്നാൽ മൊത്തം നോക്കും. ഇവക്ക് രാത്രി ഉറക്കം വരില്ല. ടെൻഷനോടെ ടെൻഷൻ. എന്താ കാര്യമൊന്നറിയില്ല. സംഭവം ഇതാണ്. ചിലപ്പോൾ ഇനി പോയി പെണ്ണ് കെട്ടിയാലോ ടെൻഷനാണ്. ഇതാണ് നമ്മുടെ ഭാര്യമാർ. അവരുടെ അവസ്ഥ ബലഹീനത. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഉണ്ടായിരുന്നില്ലേ? മഹദിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ലേ? പിന്നെയാണോ നമ്മുടെ നാടൻ പെണ്ണുങ്ങളായ ഇവരുടെ മനസ്സിൽ അതുണ്ടാകാത്തത്? അവർക്കിടയിൽ ഉണ്ടായി. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ലാ യകാദു യഖ്റുജു ഹത്താ യദ്കുറ ഖദീജ. ആയിഷ ബീവിയുമായിട്ട് നബി തങ്ങൾ എപ്പോൾ പുറത്തേക്ക് പോയാലും ആയിഷ ബീവിയുടെ കൈക്ക് പിടിച്ചിട്ട് പോകുമ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിയുടെ പുകഴാണ് പറയുക. എപ്പോ പുറത്തേക്ക് പോയാലും ഖദീജ ബീവി അവൾ അങ്ങനെയായിരുന്നു. ആയിഷേ, എന്റെ ഐഷു. ആയിഷ ബീവിയെ കല്യാണം ആയിഷ ബീവിയുടെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ കുറിച്ച് പുകഴ്ത്തി പറയും. അതാണ് നമ്മളുടെ ഭാര്യമാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പഴയ ഭാര്യ നമുക്ക് ചെയ്തെന്ന നിഅമത്ത്, അനുഗ്രഹങ്ങൾ, ഗുണങ്ങൾ പുതിയ ഭാര്യയോട് പറയണം. മറ്റുള്ളവരോട് പറയണം. ഒരിക്കലും ആയിഷ ബീവി പറയുകയാണ്, ഹൽ കാനത് ഇല്ലാ ജോസാ. നബിയേ, ഈ ചെറുപ്പക്കാരിയുള്ളപ്പോ ആ കിഴവിയുടെ കാര്യം എന്തിനാണ് പറയുന്നത്? അല്ലാഹ് സംഭവം അങ്ങനെ പിടിക്കോ, ഇഷ്ടപ്പെടുവോ? ചെറുപ്പക്കാരി അങ്ങയുടെ മുന്നിലുള്ളപ്പോ എപ്പോ പറഞ്ഞാലും ഖദീജ 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 ഖദീജ. ഹൽ കാനത് ഇല്ലാ അജൂസാ. അതൊരു വയസ്സിയായിരുന്നില്ലേ, വൃദ്ധയായിരുന്നില്ലേ, കിഴവിയായിരുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടതോഴിയാണ് ആയിഷ. പക്ഷേ ഖദീജ ബീവിയെ കുറിച്ച് കിഴവി എന്ന് പറഞ്ഞപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ കോപം ജ്വലിച്ചു. അല്ലാഹു അക്ബർ. കണ്ണക്കട്ട് ചുവന്നു, മുടിയൊക്കെ അങ്ങോട്ട് സടകുടഞ്ഞെഴുന്നേക്കാൻ തുടങ്ങി. ലാ,
ലാ, ഒരൊറ്റ വാക്ക് ലാ. മാ ഖലഫനി അല്ലാഹു ഇല്ലാ ഖദീജ ഇല്ല ആയിഷ ഇല്ല ആയിഷ ഇല്ല ആയിഷ. നീ എത്ര സുന്ദരിയായാലും എത്ര ചെറുപ്പക്കാരിയായാലും എന്റെ ഖദീജയ്ക്ക് പകരം വെക്കാൻ ഈ ഭൂമിയുടെ മുകളിൽ ഒരു പെണ്ണുമില്ല ആയിഷ. ഒറ്റ അടിക്ക് വെട്ടൊന്ന് തുണ്ട് രണ്ട് ഇതാ കിടക്കുന്നു. അതാണ് സ്നേഹമുള്ള ഭർത്താവ്. സ്നേഹമുള്ള ഭർത്താവ് അതാണ്. ഖദീജ ബീവിയെ കുറിച്ച്, മുൻ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോ രണ്ടാമത്തെ ഒക്കെ പിടിച്ചില്ല. കിളവിയെ കുറിച്ച് പറയാന്ന് പെണ്ണുങ്ങടുത്ത് പോയിട്ട് ചോദിച്ചോക്ക്. 56 വയസ്സുള്ള നമ്മുടെ താത്താമാരത്ത് പോയിട്ട്, ഓ കിളവിയായല്ലോ. ആര് കിളവിയായി? എനിക്കിപ്പോ 36 വയസ്സേ ഉള്ളെന്ന് പറഞ്ഞു. ഞായറാഴ്ച ഒഴിവാക്കും, വെള്ളിയാഴ്ച ജുമാ ദിവസമൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് അവര്. സഹോദരിമാരടുത്ത് വയസ്സ് കൂട്ടി പറഞ്ഞ പോയി തീർന്നു, ഇടപാട് തീർന്നു. ഒരു 50 വയസ്സുകാരിയായ ഒരു ഇളവി എടുത്തിട്ട് അയ്യോ താത്ത നിങ്ങൾ 25 വയസ്സുകാരിയപ്പോൾ പോടാ ചുമ്മാ ഇട, അങ്ങനെ പറയില്ല. അങ്ങനെയാണോടാ? ആ നിന്റെ വാട്സാപ്പ് നമ്പർ ഞാടാ, എൻ്റെ വാട്സാപ്പ് നമ്പർ തീർന്ന സംഭവം. അങ്ങനെ ഓ എൻ്റെ പടച്ചവനെ, ഒരു 25 വയസ്സ് കുറച്ചുള്ള അവസ്ഥ എന്താ? പിറ്റേ ദിവസം പോയിട്ട് അവിടെ റൂമിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് മറ്റേ കാശ്മീരി ചില്ലി ചുമന്നതൊക്കെ എടുത്തിട്ട് ചുണ്ടിലൊക്കെ പുരട്ടും. നല്ല ചുമന്നിരിക്കാനേ കാശ്മീരി ചില്ലാകുമ്പോൾ എരിയില്ലല്ലോ, നല്ല ചുമയാണെങ്കിൽ. ഓ അവളെന്നെ കുറിച്ച് രാത്രി ഉറക്കമില്ല, ആകാശത്ത് കാണുമോ സുധീരനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. 25 മോളെ എനിക്ക് 25 വയസ്സേ ഉള്ളൂ. കണ്ടിട്ട് അങ്ങനെയാണ് നമ്മളെ തോന്നുന്നത്. ഒരു ചുരിദാറൊക്കെ വലിച്ചു കയറ്റി ഇടുമ്പോൾ ഗ്രീസ് പുരട്ടിയിട്ടാണ് ഇടുന്നത്. വലിച്ച് കേട്ടണ്ടേ ക്ലിക്കെന്ന് കയറി പോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ 25 വയസ്സുകാരി ആക്കുക. സഹോദരിമാരുടെ വയസ്സ് കൂട്ടി പറഞ്ഞാൽ അവർക്ക് പിടിക്കൂല കേട്ടോ. അത് ഇന്നത്തെ കാലത്തല്ല, അന്നത്തെ കാലത്ത് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കിളവി എന്ന് പറഞ്ഞപ്പോൾ പിടിച്ചില്ല നബി തങ്ങൾക്ക്. കിളവി എന്ന് പറഞ്ഞപ്പോൾ ഹൽക്കാനത്തില്ല അജൂസ, ആ കിളവിയെ കുറിച്ചാണോ പറയുന്നത് ചോദിച്ചപ്പോൾ നബി തങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇല്ല ഇല്ല, അവളെക്കാൾ ശ്രേഷ്ഠയായ ഒരു പെണ്ണ് എനിക്ക് അള്ളാഹു തന്നിട്ടില്ല. അപ്പോ തീർന്നു, ഒറ്റയടി. എന്നിട്ട് ബഹുമാനപ്പെട്ട നബി തങ്ങൾ അവളുടെ പുകഴാണ് പറഞ്ഞത്, ഖദീജ ബീവിയുടെ ശ്രേഷ്ഠതയാണ് പറഞ്ഞത്. ലഖദ് ആമനത് ബി ഇദ് കഫറനി അന്നാസ്. ആയിഷ ഓർക്കണേ, അവൾ ആരെന്ന് നിനക്കറിയോ? ജനങ്ങളെല്ലാം എന്നെ നിഷേധിച്ച് തള്ളിയപ്പോൾ എന്റെ ഖദീജ എന്നെ വിശ്വസിച്ചവളാണ് ആയിഷ. വസദ്ദഖത്നി ഇദ് കദബനി അന്നാസ്. ജനങ്ങളെല്ലാം എന്നെ കള്ളനെന്ന് വിളിച്ചപ്പോ എന്റെ പൊന്നായ ഖദീജ എന്നെ സത്യസന്ധനെന്ന് അംഗീകരിക്കുകയുണ്ടായി. വവാസത്നി ബിമാലിഹാ ഇദ് ഹറമനി അന്നാസ്. എന്റെ സമ്പത്ത് മക്ക മുശ്രിക്കീങ്ങൾ പിടിച്ചു കെട്ടിവെച്ചപ്പോ എന്റെ ഖദീജയുടെ സമ്പത്ത് കൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദീനിനെ ഞാൻ വളർത്തിയത്. വറസഖനി അല്ലാഹു ഔലാദൻ ഇദ് ഹറമനി അന്നിസാ. എന്റെ മറ്റു ഭാര്യമാരിൽ എനിക്ക് മക്കളില്ലാതെ വന്നപ്പോ എനിക്ക് മക്കളെ തന്ന് സഹായിച്ചത് എന്റെ ഖദീജയാണ് ആയിഷ. അതുകൊണ്ട് ആയിഷ അവൾ കിഴവിയെന്ന് പറയണ്ട, നിങ്ങളെക്കാൾ എന്റെ പ്രിയതമയാണ് ഖദീജ. അടിച്ചിരുത്തി കളഞ്ഞു നബി തങ്ങള്. അടിച്ചിരുത്തി. ഖദീജ ആയിഷ പറഞ്ഞു, ഫദകർതു ഫീ നഫ്സി, ഞാൻ അന്ന് മുതൽ നിയത്ത് ചെയ്തു, ഇനി മേലിൽ ലാ അദ്കുറു ബിസ്സയ്യിഅ, ഇനി അവരെ കുറിച്ച് ഒരു മനസ്സിന് ഇഷ്ടപ്പെടാത്തത്, നബിതങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും ഞാൻ ഇനി പറയൂല. കാരണം നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാന്ന് മനസ്സിലായി. ഇനി നമ്മൾ കൂടുതൽ കടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അത് പറയാൻ പാടില്ല. അതാണല്ലോ, അതാണൊരു ഭർത്താവ്. കണ്ടോ, പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഒരു ഭാര്യയെ പ്രൊട്ടക്ട് ചെയ്യണം, അതാണ് ഭർത്താവ്. ഇത് പഠിച്ചു നോക്ക്. അപ്പൊ ആരെങ്കിലൊക്കെ നമ്മുടെ ഭാര്യയെ കണ്ടിടാ ഈ കിളവിയുള്ളടാ നിനക്കെന്ന് പറഞ്ഞാൽ അവള് കിളവിയായ മതി, പോടാ നിനക്കൊക്കെ എന്തറിയാം, നിന്റെ 25 വയസ്സുകാരിയെ പോലെ അല്ല എൻ്റെ കിളവി. പിന്നെ ഇവളുടെ ശക്തിയും ഇവളുടെ കഴിവും നമ്മളെ കൊണ്ട് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായില്ലേ? അതൊക്കെ പിന്നെ ഇവിടെ നിന്ന് പറയാൻ പറ്റൂല നമുക്ക് സംഭവം.
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജ റളിയല്ലാഹു തആല അന്നയിലുള്ള കൊടുത്ത നിഅമത്ത്, അനുഗ്രഹം അത്രയ്ക്കും വലുതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് വര വരച്ചിട്ട് പറഞ്ഞത്, സ്വർഗ്ഗ സ്ത്രീകളിലെ നമ്പർ 1 ഖദീജ റളിയല്ലാഹു അൻഹ. രണ്ടാമത്തെ വരയിൽ കൈവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വ മറിയം ബിനത ഇമ്രാൻ. മറിയം ബിനത ഇമ്രാൻ, മറിയം ബിനത ഇമ്രാൻ, ഇമ്രാനിന്റെ മകൾ മറിയം ബീവി, രണ്ടാമത്തെ സ്വർഗ്ഗസ്ത്രീ. മൂന്നാമത്തെ വരയിൽ കൈവച്ച നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആസിയത്തു ഇംറാത ഫിർഔൻ. ഫറോവയുടെ ഭാര്യ ആസിയ ബീവിയും സ്വർഗത്തിലാണ്. നാലാമത്തെ വരയിൽ കൈവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫാത്തിമത്തു ബിന്തു മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയും സ്വർഗത്തിലാണ്. 4 വര വരച്ചിട്ട് ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തു. അതിൽ പ്രഥമ വനിത ആര്? പ്രഥമ വനിത എന്ന് പറഞ്ഞ രാഷ്ട്രപതിയാണ്. ആ പ്രഥമ വനിത ആര്? ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഖദീജ റളിയല്ലാഹു തആല അൻഹ സ്വർഗ്ഗ സ്ത്രീയുടെ നമ്പർ 1. 25 വർഷം നബി തങ്ങൾ കുടുംബജീവിതം കൊടുത്തു. നല്ല നിലയിൽ ഒരുപാട് നന്മകൾ ചെയ്തു. ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തിനോട് അടുത്ത സമയം. ഇനി ഒരുപാട് അവരുടെ നന്മകളുണ്ട്. ഒത്തിരി നമുക്ക് അങ്ങനെ പറയാം. പിന്നെ സൗദ റളിയല്ലാഹു അൻഹയുടെ കിടക്കുന്നു, ആയിഷ ബീവിയുടെ കിടക്കുന്നു, ഹഫ്സ ബീവിയുടെ കിടക്കുന്നു ഒക്കെ പറയാൻ പറ്റുമോ? സമയമില്ലല്ലോ, കുറച്ച് സമയമല്ലേ ഉള്ളൂ. ബക്കറ്റ് ഉരുവല്ലോ ഉണ്ടോ ഹബീബിങ്ങളെ? ബക്കറ്റ് ഉരുവല്ലോ ഉണ്ടോ? എവിടെയെങ്കിലും അങ്ങനെ പരിപാടിയൊന്നും ഇല്ലേ? ഇല്ലെങ്കിൽ പ്രസംഗിക്കാനാ ചോദിക്കുന്നത്. സംഘാടകരൊക്കെ എവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഇവന്മാരും അത് കേൾക്കൂല, അതല്ലേ കുഴപ്പം. ആദ്യമായിട്ട് വാത് കേൾക്കേണ്ടത് ഇവരാണ്, അവർ കേൾക്കൂല. ചൂടില്ലല്ലോ, അതിന് അത്രേ ഉള്ളൂ ചൂട്. ബക്കറ്റ് വരുമല്ലോ ഉണ്ടോ? ഇല്ല. ഇങ്ങനെ കാണിച്ചാൽ എന്താ സംഭവം? ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സ്സാഅ വ യുനസ്സിലു ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സുൻ മാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി മൗത്ത്. 5 കാര്യം. ബക്കറ്റ് വരുമുണ്ടോ? പിന്നെ എടുക്കണ്ടേ? ഈ ചങ്ങാതിമാർ പോയാൽ ഇനി അടുത്ത തൃക്കല്യാണത്തെ കുറിച്ച് പറയാൻ പോവാ. തൃക്കല്യാണം കേട്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? നമ്മുടെ ഉമ്മമാരൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓതിയിട്ടില്ല, 7 കിതാബൊക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഓതിയിട്ട്, അല്ലാഹുവേ റസൂലുള്ളാഹിയുടെ തൃക്കല്യാണം കാണാൻ തൗഫീക്ക് തരണേ പടച്ചവനെ. എന്താ സംഭവം എന്നറിയാവോ? ഈ തൃക്കല്യാണം എന്ന് പറഞ്ഞാൽ അറിയോ? അല്ലേ ഉസ്താദേ? അങ്ങനെ കേട്ടിട്ടില്ലേ? തൃക്കല്യാണം ത്രീകല്യാണമാണോ തിരുക്കല്യാണമാണോ എന്നറിയില്ല. തിരുക്കല്യാണമാണോ എന്നറിയില്ല. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മരിക്കാറായി കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇനി അടുത്ത ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അവരുടെ വഫാത്ത് പറയാൻ പോവാ. വഫാത്ത് വരട്ടെ ബിസ്മില്ലാ. ബർക്കത്താട്ട് ഒരു 3 സ്വലാത്തുകൾ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല നിയ്യത്തിൽ എല്ലാവരും ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ നിയ്യത്ത് ചെയ്ത് കരുതി, അള്ളാഹുവെ ഞങ്ങളുടെ ഇടങ്ങേറ്, മുസീബത്ത്, കുടുംബ പ്രശ്നങ്ങൾ, രോഗങ്ങൾ എല്ലാം ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട്, ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ ഒഴിവാക്കി തരണേ എന്നുള്ള നല്ല നിയ്യത്തോടു കൂടി എല്ലാവരും ഇടും. ഒരാളുടെ മുന്നിൽ കൈകൊണ്ട് വരുമ്പോൾ, മുന്നോട്ട് നിൽക്കുമ്പം ഉപേക്ഷ വിചാരിച്ച് പുറകോട്ട് കൊണ്ടുപോരും. ധൈര്യമായിട്ടിട്ട് നമ്മുടെ ഈ മക്കൾ ഈ ഗെയിൻസോ, ഇതെന്തൊരു പേരപ്പ ഇത്? ഗേൾസ് എന്നല്ലല്ലോ അല്ലേ? അപ്പൊ ഈ ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഗെയിംസ് ആണിത്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ നാട്ടുകാർ, ഈ ചുറ്റുമൂല, ഇപ്പൊ കഴിഞ്ഞ മാസം ഞാൻ അതിലെ കൂടെ ഇങ്ങനെ യാത്ര പോയപ്പോൾ അവിടെ ഒരു വെള്ളത്തിന്റെ മുകളിൽ ഒരു പന്തലൊക്കെ കെട്ടിയിട്ടൊരു പരിപാടി നടത്തിയായിരുന്നു. ആ വെള്ളം കൊണ്ടുപോയോ? പരിപാടി നടന്നോ? ആ വെള്ളം കൊണ്ടുപോയില്ല. ഇല്ല, ചില ആൾക്കാർ ഈ പശുവിനെ കറന്നിട്ട് വെള്ളം ചേർത്ത് പാല് കൊടുക്കും. മഴ പെയ്യുമ്പോൾ എരുത്തിൽ വെള്ളത്തിൽ പോകും. സംഭവം എന്താ? ഈ വെള്ളം ചേർത്ത് വിറ്റ പാല് അല്ലാഹു തആല വെള്ളത്തിൽ തന്നെ കളഞ്ഞ സംഭവം. പശുവും ചത്ത് എല്ലാം തീർന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർ അൽഹംദുലില്ലാ, ഇവിടെ ഈ സംഘാടകർ പറഞ്ഞൊരു വാക്കുണ്ട്. എന്നപ്പോൾ അവിടെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ വീടുകളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഈ പാവപ്പെട്ട പെൺകുട്ടികൾ നെഞ്ചത്ത് കൈ വെച്ചിട്ട് കരയുകയാണ്, ഞങ്ങളെ ഒന്ന് വിവാഹം കഴിപ്പിച്ചയക്കാൻ ഒരു മാർഗ്ഗമില്ല. അത് കേൾക്കുമ്പോൾ നമുക്കത്ര വിഷമം വരും, ഭയങ്കരമായ വിഷമം. സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമം വരും. അപ്പോൾ എത്രയോ 10, 28 വയസ്സായ പെണ്ണുങ്ങൾ, 30 വയസ്സായ പെൺകുട്ടികൾ, 32 വയസ്സായ പെൺകുട്ടികളൊക്കെ
നമ്മുടെ ഈ പരിസരങ്ങളിൽ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം വരും. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് എത്തിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു സദഖ, ഒരു ചെറിയ ഇതിൽ ചോദിക്കുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഒരു സദഖ നിങ്ങൾ ചെയ്യും. ഈ വിഷയം ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പോയില്ലെങ്കിൽ പൂർത്തിയാക്കും, നിങ്ങൾ പോയാൽ ഞാനും പോകും. അപ്പം അതുകൊണ്ട് പിരിവെന്ന് പറയുമ്പോൾ നിങ്ങളത് എഴുന്നേറ്റ് പോയോ അതിനകത്ത് നിസ്സഹകരണം നടത്തുകയോ ചെയ്യരുത്. നമ്മളാൽ കഴിയുന്നതിലൊരു സഹായം. അപ്പം ഈ സഹോദരങ്ങൾ നാളെ ഒരു കുടുംബത്തിന് എന്താ അവിടെ പേപ്പർ എന്തിയപ്പോൾ അബീബ് ഇപ്പോൾ ഒരു പേപ്പർ ഇവിടെ വെച്ചിരുന്നല്ലോ അവർ നാളെ ആണെങ്കിലേ ഇവർ നാളെ കൊടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ അജ്മി സലീമിൻ്റെ മകൾ മണ്ണാൻ്റെ അയ്യത്ത് കിഴക്കതിൽ വട്ടപ്പറമ്പ് ഇല്ലേ, അല്ല വടക്കോട്ട് കിബിലനിക്കുള്ള പള്ളി, അത് തന്നെ. അപ്പം ആ സ്ഥലത്തിൽ 5 പവൻ്റെ സ്വർണവും 1,00,000 രൂപയാണ് ഇപ്പോൾ നമ്മളിതിപ്പോൾ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കനും ഗതിയില്ലാത്തത് കൊണ്ട് അവന് മഹർ വാങ്ങിക്കാൻ വേണ്ടി കൊടുക്കുന്ന പൈസ ആയത്. ഈ പെണ്ണിനെ കെട്ടിക്കാനെന്ന് പറഞ്ഞ് നമ്മൾ നിയത്ത് ചെയ്യണ്ട. ഈ പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി നമ്മൾ നിയത്ത് ചെയ്യണ്ട. ഈ പാവപ്പെട്ട ചെറുക്കനെ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കലാണ്. അപ്പോൾ ഒരു 5 പവൻ അവന് മഹറും കൊടുത്ത് 1,00,000 രൂപ അവന് ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ സംവിധാനം, കല്യാണത്തിൻ്റെ ചിലവൊക്കെ അവന് നടത്താൻ വേണ്ടി അവന് നിയത്ത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അത് അവളിലൂടെ അങ്ങ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു നല്ല നിയത്തോടു കൂടിയാണ് അൽഹംദുലില്ലാഹ് നാളെ അവരിത് കൊടുക്കാൻ നിയത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ജനുവരി 29-ാം തീയതി, അതാണ് നമ്മളിവിടെ മാനവികത എന്ന് പറയുന്നത്. മാനവികത അതാണ് നമ്മളിവിടെ കാണിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ മുസ്ലിമീങ്ങളെല്ലാം വെറും തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൃപാകൃഷ്ണൻ. ആ കൃപാകൃഷ്ണൻ അവൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ നമ്മുടെ ഈ സംഘടന തീരുമാനിച്ചിരിക്കുകയാണ്. 5 പവൻ്റെ സ്വർണവും 1,00,000 രൂപയും ഡ്രസ്സും. അത് ജനുവരി 29-ാം തീയതിയാണ്. ഇനി അടുത്ത പരിപാടി ജനുവരി 29-നാണോ? അതായിരിക്കും ഇങ്ങനെ ഇവർ ഈ കണക്ക് വെച്ചേക്കുന്നില്ലേ. അപ്പം ഇപ്പോഴൊന്നുമില്ല, അത് അടുത്ത വർഷമേ ഉള്ളൂ കേട്ടോ. അടുത്ത വർഷം അത് 1 മാസമേ ഉള്ളൂ ഇല്ലയോ? അപ്പം 29-ാം തീയതി, എന്നാലും 1 മാസം ഉള്ളെങ്കിൽ 1 ദിവസം ഉള്ളെങ്കിൽ അടുത്ത വർഷമാണല്ലോ അത്. അപ്പം 29-ാം തീയതി കൃപാകൃഷ്ണനോടൊപ്പം നൗഫിയ പിതാവ് നൗഷാദ് അവരെയും വിവാഹം കഴിപ്പിക്കുകയാണ്. മണപ്പള്ളിയും കല്ലേലി ഭാഗം കരുനാപ്പള്ളി, അൽഹംദുലില്ലാഹ്. പിന്നെ 29-ാം തീയതി അതേ ദിവസത്തിൽ തന്നെ ഒരു 25 പേർക്ക് ചികിത്സാ സഹായം നടത്താനും നമ്മുടെ ഈ സംഘാടകർ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് രോഗികൾ ഈ പരിസരത്ത്, ക്യാൻസർ പേഷ്യൻ്റ്, കിഡ്നി പേഷ്യൻ്റ്, ഒരുപാട് പേരുണ്ട്. സുഹൃത്തുക്കളെ, പലതുള്ളി പെരുവെള്ളം. നമ്മളിപ്പോൾ ഈ വെള്ളപ്പൊക്കം വന്നു, ഈ പ്രളയം വന്ന സമയത്തൊക്കെ നമ്മളൊക്കെ എന്ത് അകമഴിഞ്ഞാണ് സഹായിച്ചത്. എത്ര പൈസ കൊടുത്തു. ഇപ്പം ഈ ഫിറോസ് കുന്നംപറമ്പിലൊക്കെ ഒന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ കോടികൾ ഇങ്ങനെ വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്താകുന്നില്ലേ. അപ്പം അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ചെറുപ്പക്കാർ ഇറങ്ങിത്തിരിച്ചൊരു നല്ല ഒരു പരിപാടിയാണ്. നമ്മൾ ഓരോ മഹല്ലുകാരും ഓരോ നാട്ടുകാരും അത് ഏറ്റെടുത്ത് അവർ പ്രവർത്തിക്കണം. അപ്പോൾ ഇവരിത് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ കാണിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന ഒരു സഹായം. ഖദീജ റളിയല്ലാഹു തആലയുടെ സംഭവം നമ്മൾ അവസാനമായത് പറയുമ്പോൾ അതിൽ വലിയൊരു സംഭവമുണ്ട്. അത് ഖബറിൽ ഇറക്കി വെക്കുന്ന സമയത്ത് ഖദീജ റളിയല്ലാഹു തആലയുടെ മുഖം മണ്ണിലേക്ക് ചേർത്ത് വെച്ചു നബിതങ്ങൾ. പക്ഷെ മണ്ണിൽ ഇരിക്കുന്നില്ല, മലർന്ന് മുകളിലേക്ക് വരികയാണ്. 3 പ്രാവശ്യം അങ്ങനെ വെച്ചു. 3 പ്രാവശ്യവും മുഖം മുകളിലേക്ക് തിരിഞ്ഞു വരികയാണ് ചെയ്തത്. അതാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സംഭവം. ഞാനത് ആ വഫാത്ത് ഞാനത് പറയുമ്പോൾ എപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നതിന് മുമ്പ് ഇൻഷാ അള്ളാഹ് ഒരു 10 മിനിറ്റ് സമയം, എന്തായാലും അവർ എന്നോട് ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു നല്ല ഒരു കാര്യം ഉണ്ട് ഉസ്താദ് എന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റ് സമയം അതിന് വേണ്ടി. നമ്മൾ 11 മണിയായിട്ടുള്ളൂ. ഒന്ന് പ്രസംഗമൊക്കെ നമ്മൾ 9:30-ക്കല്ലേ തുടങ്ങിയത് അല്ലേ. ഇനിയും കിടക്കുന്ന വിഷയം ഒരു അരമണിക്കൂടെ പ്രസംഗിക്കാം ഇൻഷാ അല്ലാഹ്. ആ നബിതങ്ങളുടെ ഭാര്യയുടെ വസിയത്ത് വഫാത്ത്, അവർ സുഖമില്ലാതെ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് പോകുമ്പോൾ ഹബീബായ തങ്ങളെ വിളിച്ചിരുത്തിയിട്ട് ചില ഉപദേശങ്ങൾ വസിയത്ത് ചെയ്യാറുണ്ട്. ഒരു ഭർത്താവ് മരണപ്പെടുമ്പോൾ ഒരു ഭാര്യയ്ക്ക് ചെയ്യുന്നത് പോലെ, ഒരു ഭാര്യ മരിക്കാറാകുമ്പോൾ ഭർത്താവിനോട് ചെയ്യുന്നത് പോലെ ആ വസിയത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അരികിൽ വിളിച്ചിരുത്തിയിട്ട് നടത്തുന്ന ആ ഒരു വസിയത്ത്, അത് കേട്ടിട്ട് അതിൻ്റെ വഫാത്ത് അങ്ങനെ അവർ അടക്കം ചെയ്യപ്പെടുകയാണ്. അതും കൂടെ കേട്ടിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അതാണ് റാഹത്ത്. ആയിഷ ബീവിയുടെ ഒക്കെ സംഭവം ഇനി അള്ളാഹ് തൗഫീഖ് ചെയ്താൽ നമുക്ക് പിന്നീട് പറയാം. സൗദാ ബീവി ഉണ്ട്, അത് പിന്നീട് പറയാം. സൗദ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിക്ക് ശേഷം 2ാമത് വിവാഹം കഴിച്ചതാണ്. നബി തങ്ങൾക്ക് 55 വയസ്സ്, ഖദീജ ബീവിക്ക് സൗദ ബീവിക്ക് 66 വയസ്സ്. ആലോചിച്ച് നോക്ക്, ആര് കെട്ടും? 66 വയസ്സ് സൗദ റളിയല്ലാഹു തആല അൻഹ. ലം തകുൻ ബിദാത്തി ജമാലിൻ വലാ ഹസബിൻ വലാ നസബിൻ.
നല്ല കുടുംബ പാരമ്പര്യമോ സൗന്ദര്യമോ ഒന്നുമില്ല സൗദാ റളിയല്ലാഹു തആല അൻഹയ്ക്ക്. സൗദാ ബിൻത് സംആ റളിയല്ലാഹു തആല അൻഹ. കാണാനൊന്നും കൊള്ളൂല. അവര് ഹിജ്റ പോയ സമയത്ത് മടങ്ങി വരുന്ന വഴിയിൽ അവരുടെ ഭർത്താവ് മരിച്ചു. സക്രാൻ ഇബ്നു അംർ. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അവരെ ഏറ്റെടുക്കാൻ ആരുമില്ല. ലാ ആയില ലഹാ ഹീന അബൂഹാ ഫീ ളലാലിൻ വകുഫ്രിൻ. വാപ്പയോ സൗദാ റളിയല്ലാഹു തആല അൻഹ മാത്രമാണ് മുസ്ലിമായത്. വാപ്പയും സഹോദരങ്ങളൊന്നും മുസ്ലിമായിട്ടില്ല. ഭർത്താവ് മുസ്ലിമായിരുന്നു. എത്യോപ്യയിൽ നിന്ന് അബിഷയിൽ നിന്ന് വരുന്ന വഴിയിൽ വഫാത്തായി. അപ്പോൾ ബഹുമാനപ്പെട്ട സൗദാ റളിയല്ലാഹു തആല അൻഹ ഒറ്റയ്ക്ക് വിഷമിച്ച് പ്രയാസപ്പെട്ട് കഴിയുമ്പോഴാണ് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് അവിടുത്തെ മക്കൾ പോയിട്ട് ബഹുമാനപ്പെട്ട നബി തങ്ങളോട് ഖൗല റളിയല്ലാഹു തആല അൻഹ ബ്രോക്കറായിട്ട് അയച്ചിട്ട് നബി തങ്ങളോട് പറയുന്നത്, സൗദാ ബീവിയെയും ആയിഷ ബീവിയെയും അള്ളാഹുവിന്റെ റസൂലിന് തിരഞ്ഞെടുക്കാം. രണ്ടുപേരെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തിരഞ്ഞെടുക്കാം, സൗദാ ബീവിയെ തിരഞ്ഞെടുക്കാം. എന്നാൽ സൗദാ ബീവിയുടെ അവസ്ഥ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സൗദാ ബീവിയെ തിരഞ്ഞെടുക്കാം. 66 വയസ്സ്, നബി തങ്ങൾക്ക് 55 വയസ്സ്. ആലോചിച്ച് നോക്കൂ, കാണാൻ കൊള്ളൂല, ഭയങ്കര വണ്ണം, നല്ല കുടുംബക്കാരിയല്ല, നല്ല കുടുംബത്തിൽപ്പെട്ടല്ല. എല്ലാവരും കുഫ്ർ ഷിർക്കിന്റെ മുകളിലാണ്. സൗദാ റളിയല്ലാഹു തആല മാത്രം മുസ്ലിം. ഇന്നമാ ലമ്മഹാ റിഫ്ഖതൻ ബിഹാലിഹാ വഹിഫ്ളൻ ലിൽഇസ്ലാം. സൗദാ റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ ആ മഹദിയെ സ്വീകരിച്ചുകൊണ്ടും ആരും ഏറ്റെടുക്കാതെ വന്നപ്പോൾ അള്ളാന്റെ റസൂല് ചേർത്ത് പിടിച്ചതുകൊണ്ടും സൗദയെ കാണാൻ കൊള്ളൂല എങ്കിലും ലോകത്തിന്റെ സുഗന്ധം, ലോകത്തിന്റെ പ്രകാശം, ലോകത്തിന്റെ സുന്ദരൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗദാ ബിൻത് സംആ റളിയല്ലാഹു തആല അൻഹയെ രണ്ടാമത് ഭാര്യയായി സ്വീകരിച്ചു. സൗദാ ബീവിയെ വിവാഹം കഴിച്ച് 3 വർഷത്തിന് ശേഷം സൗദാ ബീവി പറഞ്ഞു, നബിയെ, എനിക്ക് അങ്ങയോടൊപ്പം അങ്ങയുടെ ശാരീരികമായ ലൈംഗികമായ ദാമ്പത്യമായ ബന്ധത്തിന് എനിക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് അങ്ങ് മറ്റൊരു വിവാഹം ആലോചിക്കാം. ബഹുമാനപ്പെട്ട സൗദാ ബീവി വിവാഹം കഴിച്ച് 3 വർഷത്തിന് ശേഷമാണ് ആയിഷ ബീവിയെ അല്ലാഹു തആല കൊണ്ട് കാണിക്കുന്നത്. ആയിഷ ബീവിയെ കാണിച്ച് എങ്ങനെയെന്നറിയോ? അതാണ് മനസ്സിലാക്കണം. പൈസ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. ഇന്നൊക്കെ ഫോട്ടോ കാണിച്ചിട്ടല്ലേ പെണ്ണുങ്ങളെ കാണിക്കുന്നത്. ആയിഷ ബീവിയുടെ ഫോട്ടോ നബി തങ്ങളെ കാണിച്ചു. പറഞ്ഞുതരാം. പൈസ പറ. അൽഹംദുലില്ലാ, പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. ചുമ്മാ പറഞ്ഞുതരാൻ പറ്റൂലല്ലോ. ഒരു 5 പവന്റെ സ്വർണ്ണമെങ്കിലും തരട്ടെ. അൽഹംദുലില്ലാ. അല്ലാഹു നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഈ പാവപ്പെട്ടവരുടെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടി ഈ മജ്ലിസിൽ വെച്ച് പറയുന്നവരെ അല്ലാഹുവേ നീ കൈവിടല്ലേ അല്ലാഹ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ കുറിച്ച് എവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവിടെ നമ്മൾ ചെയ്യുന്ന ദുആയ്ക്ക് വലിയ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. വെറുതെ പറയാലോ, വല്ലാഹി എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന അൽഹംദുലില്ലാ നല്ല നിയ്യത്തോടെ ഇഖ്ലാസോടുകൂടി ഒരു 30-35 രൂപ വരും, 1 പവൻ കൊടുക്കാമെന്ന് നിയത്തിയത് ഒന്ന് കൈപൊക്കാൻ. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട ആയിഷ, സൗദ, ഖദീജ റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ ആ മാതാക്കളെ വെച്ച് വസീലയാക്കി നമുക്ക് ദുആ ചെയ്യാം. ഉസ്താദന്മാരൊക്കെ അങ്ങോട്ട് ആമീൻ പറയും, അത് നമുക്കങ്ങോട്ട് കബൂലാകും. എത്രയോ പൈസ നമുക്ക് ചിലവാകുന്നു ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കണ്ണുനീരൊപ്പാൻ. അവളുടെ കഴുത്തിൽ കിടക്കട്ടെ സന്തോഷമായിട്ട്. നിങ്ങൾ സക്കാത്ത് നിയത്ത് ചെയ്തിട്ട് അൽഹംദുലില്ലാ അത് കൊടുത്താലും മതി. അവന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മഹർ വാങ്ങുന്നതിന് വേണ്ടി അങ്ങനെ അൽഹംദുലില്ലാ നിയത്ത് ചെയ്താലും മതി. നമ്മുടെ അത് സക്കാത്തുമായിട്ട് മാറും, അത് അവർക്ക് കിട്ടുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. 10 ലക്ഷമുള്ള ഒരു സഹോദരൻ 25,000 രൂപ കണക്കാകുന്ന പോലെ സ്വർണം 100 പവനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ അതിന്റെ ഗ്രാം കണക്കാക്കി നമ്മൾ കൊടുക്കുന്നത് പോലെ അൽഹംദുലില്ലാ ഈ ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി ഒന്നാമതായി നമ്പർ 1 കൈബൊക്കെ ബിസ്മിയും പറഞ്ഞ ഒരാൾ അൽഹംദുലില്ലാ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർക്കത്ത് കൊണ്ടായിരിക്കും ബാക്കി അങ്ങോട്ട് കിട്ടുന്നത്. നമ്മുടെ സഹോദരങ്ങളെ വിഷമിപ്പിക്കേണ്ട, നമ്മുടെ പെൺമക്കൾക്ക് ഒരു കാരണം, ഒരു സന്തോഷവും ഈ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അത് ലഭിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. 1 പവൻ 5 പവൻ ഇവർ ചോദിക്കുന്നുള്ളൂ. 5 പവൻ 4 20 2 ലക്ഷം റുപ്യാവും.
ചിലപ്പോൾ അതിപ്പോൾ സാധുക്കളുടെ കാര്യമാണെന്ന് പറയുമ്പോൾ ഈ പണിക്കൂലിയും പണിക്കുറവൊന്നും ഇല്ലാതെ അൽഹംദുലില്ലാ കാര്യങ്ങൾ നടക്കും. ഒരു നല്ല നിയത്തോടെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ബിസ്മിയും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയാൽ അൽഹംദുലില്ലാ അള്ളാഹു ഇത് നടത്തിത്തരും. വളരെ എളുപ്പമായിരിക്കും. ചുറ്റുമൂലക്കാരെ അപേക്ഷിച്ചിടത്തോളം, കരുനാഗപ്പള്ളിക്കാരെ അപേക്ഷിച്ചിടത്തോളം എനിക്ക് നല്ല പരിചയമുള്ളവരാണ്. അൽഹംദുലില്ലാ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഇത് നടപ്പിലാക്കും, ഇത് കൊടുത്തിരിക്കും, ഇതൊക്കെ നടക്കും ഇവിടെ അൽഹംദുലില്ലാ എന്നെനിക്ക് നല്ലതുപോലെ അറിയാം. എങ്കിലും നമ്മളോട് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ പേര് പറയണ്ട ഒരു സഹോദരൻ ഒരു 5 പവൻ എനിക്കിവിടെ കിട്ടിയാൽ എനിക്കൊരു സന്തോഷമാവും. ഞാൻ ഇത്രയൊക്കെ പ്രസംഗിക്കുമ്പോഴേ അവരെന്താ ഞാൻ ഈ പിരിവെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പേര് കൊടുക്കൂലായിരുന്നു പ്രസംഗിക്കാൻ. ഇവിടെ വന്നപ്പോഴാണ് ഇന്നലെ വരേണ്ട നേതാക്കളൊന്നും വന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്കതൊരു വിഷമാവില്ല. ഇത്രയും വലിയ വിശാലമായ സൗകര്യമൊക്കെ ഒരുക്കി ഇത്രയും വലിയ സെറ്റപ്പും കസേരയൊക്കെ എടുത്തിട്ട് പാകം ടെൻഷൻ അടിച്ച് അറ്റാക്ക് വരാതിരിക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ അവർക്ക്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ആ ഒരു നല്ല നിയത്ത് നമ്മൾ ആ മനസ്സുകൊണ്ട് നമ്മൾ നിങ്ങളോട് ചോദിക്കണ്ടേ? അൽഹംദുലില്ലാ. അതുകൊണ്ട് നല്ല മനസ്സിൻ്റെ ഉടമകൾ പറയും സന്തോഷത്തോടെ. അരപ്പവൻ വെച്ചും നമുക്ക് പറയാം. അതുകൊണ്ടൊരു സഹോദരൻ പേര് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അൽഹംദുലില്ലാ. നല്ല നീയത്ത് അല്ലാഹുവേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് നീ ഒരുപാട് നൽകിയവനാണ് പടച്ചവനെ. ഒരുപാട് നന്മ ഞങ്ങൾക്ക് ചെയ്തവനാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞവനാണ്. ഈ ഭൂമിയിൽ വസിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നവനാണ് പടച്ചവനെ. എത്ര വലിയ കൊലകൊമ്പന്മാരും കോടീശ്വരന്മാരും നിമിഷ നേരങ്ങൾ അവരുടെ മയ്യത്ത് പോലും കാണാൻ പറ്റാത്ത നിലയിൽ 6 അടി മണ്ണല്ല 10 അടി മണ്ണിലേക്ക് അവർ പോയില്ലേ? അല്ലാഹുവേ, സാധുക്കളായ പെൺകുട്ടികളുടെ കണ്ണുനീര് ഒപ്പാൻ ബഹുമാനപ്പെട്ട ഉമ്മാത്തുൽ മോമിനീങ്ങളുടെ സദസ്സിൽ വെച്ച്, ഈ പരിശുദ്ധമായ ദീനിന്റെ മജ്ലിസിൽ വെച്ച് ആ സഹോദരൻ ചെയ്ത സദഖ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങള്, ഭീമമായ തുക ചെലവ് വരുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങള്, കൊറോണ പോലുള്ള രോഗങ്ങള്, ഒമിക്രോൺ പോലുള്ള രോഗങ്ങള്, എയ്ഡ്സ് പോലുള്ള രോഗങ്ങള്, കണ്ടുപിടിക്കപ്പെടാത്ത രോഗങ്ങളെ തൊട്ട് അല്ലാ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട്, മഹദിയായ ഖദീജ ബീവിയുടെ ബർക്കത്ത് കൊണ്ട്, സൗദാ റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കാക്കണേ റബ്ബേ, കാക്കണേ റബ്ബേ. ഈ സദസ്സിൽ വെച്ച് പറഞ്ഞതിന്റെ പേരിൽ ഒരു കുറവും അല്ലാ നീ ആർക്കും നൽകരുത് റബ്ബേ, നൽകരുത് റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും അവരെ നാണം കെടുത്തുകയോ ഇളിഭ്യനാക്കുകയോ ചെയ്യരുത് അല്ലാ. ബിഹഖി നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. വലിയ സന്തോഷമായി. നല്ല നിയത്തോടെ അരപ്പവൻ പറയാം. 10 പേര് എഴുന്നേറ്റ് അരപ്പവൻ പറഞ്ഞാലും അൽഹംദുലില്ലാ നമ്മുടെ ആ കാര്യം. അരപ്പവൻ ഒരു 15 രൂപ അല്ലെങ്കിൽ ഒരു 18 രൂപ മതി. അൽഹംദുലില്ലാ 18 രൂപ അല്ലെങ്കിൽ സഹോദരിമാരുടെ അടുത്ത് പോയി ചോദിച്ച്, ആ സഹോദരിമാരുടെ ഭാഗത്ത് പെട്ടെന്ന് സമയം കളഞ്ഞാൽ നമുക്ക് വിഷയം പറയാൻ പറ്റൂല. ഒരുപാട് നേരം ഇരിക്കും, ഒരുപാട് പറയാനുണ്ട്. ഒന്ന് പറയും, കൈബുക്ക് ബിസ്മി പറഞ്ഞ അൽഹംദുലില്ലാ നമ്മൾ ഈ ദുആ അല്ലാഹു സ്വീകരിക്കും. നമ്മൾ വെറുതെയല്ല, ഇത് വെറുതെ പൊട്ടടിക്കാനോ തിന്നാനോ ഒന്നുമല്ല. ഈ പൈസ ഇതിനു വേണ്ടി തന്നെയാണ് ചെലവാക്കുക. ഈ പിരിക്കുന്ന പൈസ ഉസ്താദന്മാർക്ക് കൊടുക്കാൻ പറ്റൂല, വാത് പറയാൻ വരുന്ന ഉസ്താദന്മാർക്കൊന്നും കൊടുക്കാൻ പറ്റൂല. അതിന് വേറെ അവർ കണ്ടെത്തണം. ഇത് ഹക്കായിട്ട് അവർക്ക് വേണ്ടി നിയത്ത് ചെയ്തതാണ്. അവർക്ക് വേണ്ടി നിയത്ത് ചെയ്ത് അവർക്ക് വേണ്ടി തന്നെ എത്തണം ഇൻഷാ അല്ലാഹ്. അരപ്പവൻ വെച്ചും പറയാം അൽഹംദുലില്ലാ. ഒരു കൈ പൊങ്ങട്ടെ, ബിസ്മിയും പറഞ്ഞ അൽഹംദുലില്ലാ. നല്ല നിയത്തോടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ ഒരു നല്ല വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, ബഹുമാനപ്പെട്ട നബിതങ്ങളുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും അള്ളാന്റെ മാർഗ്ഗത്തിൽ സദഖ ചെയ്യുന്നവരായിരുന്നു. അതാണ് ഏറ്റവും വലിയ. സൗദാ റളിയല്ലാഹു തആല അങ്ങനെ തന്നെയായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയും അങ്ങനെ തന്നെയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് أن معاوية رضي الله تعالى عنه بعث إلى عائشة رضي الله تعالى عنها ب100,000 دينار. 1,00,000 ദിനാർ കൊടുത്തു. 1,00,000 ദിനാർ മുആവിയ റളിയല്ലാഹു തആല ആയിഷ ബീവിക്ക് കൊടുത്തു. 1,00,000 ദിനാർ. ഫഖസ്സമത്ഹാ ഹത്താ ലം തത്റുക് മിൻഹാ ശൈആ. അത് മുഴുവനും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവ് ചെയ്തു. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അത് മുഴുവനും കൊടുത്തു. മഹദിയായ ആയിഷ ബീവിയുടെ ഭൃത്യയായ ബരീറ റളിയല്ലാഹു തആല അൻഹ ഫഖാലത്ത് ബരീറ റളിയല്ലാഹു തആല അൻഹ ആയിഷ ബീവിയോട് ചോദിക്കുകയുണ്ടായി,
ഫഹല്ലാ ഇബ്തഅത് ലനാ ബിദ്ർഹമിൽ ലഹ്മാ. മഹദി അവர்களே അന്തി സായിമ, നിങ്ങൾ നോമ്പുകാരിയാണ് മഹദി അവர்களே. ബഹുമാനപ്പെട്ട ആയിഷ ബീവിയുടെ സ്വഭാവം എന്തെന്നറിയോ? കാനത്ത് സവ്വാമാ കസീറത സിയാം കാനത്ത് ഖവ്വാമാ കസീറതൽ ഖിയാം. ദീർഘനേരം നിന്ന് നമസ്കരിക്കുമായിരുന്നു മഹദി അവர்கள். എല്ലാ ദിവസവും നോമ്പായിരുന്നു ബഹുമാനപ്പെട്ട ആയിഷ ബീവിക്ക്. ഹദീസിൽ കാണാം, അയ്യാമുൽ തശ്രീഖിന്റെ ദിവസവും ഈദുൽ ഫിത്തറിലും ഈദുൽ അദ്ഹയും ഒഴികെ ബാക്കി എല്ലാ ദിവസവും സൗമുദ്ദഹർ മഹദിയായ ആയിഷ ബീവി നോമ്പെടുക്കുമായിരുന്നു. അങ്ങനെ നോമ്പ് പിടിച്ചുകൊണ്ടാണ് 1,00,000 ദിനാർ ബഹുമാനപ്പെട്ട മഹദി അവരുടെ സദഖ ചെയ്തത്. നോമ്പുകാരിയാണ്. ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ നോമ്പ് തുറക്കാൻ ഒന്നുമില്ല. ഭൃത്യ ഓടി വന്നിട്ട് പറയുകയാണ്, അന്തി സായിമ, മഹദി അവர்களே നിങ്ങൾ നോമ്പുകാരിയല്ലേ? ലൗ ഇബ്തഅത് ലനാ ബിദ്ർഹമിൽ ലഹ്മാ, ഒരു ദിർഹം നിങ്ങൾ തന്നിരുന്നുവെങ്കിൽ നോമ്പ് മുറിക്കാനുള്ള ഭക്ഷണം ഒരുക്കാമായിരുന്നു. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ലൗ അന്നി ദുക്കിർതു ലഫഅൽതു. ഏ ബരീറ, നേരത്തെ നീ ഓർമ്മിപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ ആ 1 ദിർഹം മാറ്റിവെക്കുമായിരുന്നു. സ്വന്തം ആത്മാവിനെ പോലും മറന്നിട്ട്, സ്വന്തം കാര്യം പോലും മറന്നിട്ട് ആയിഷ ബീവിക്ക് വേണ്ടി അയച്ചു കൊടുത്തതാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹ. സ്വന്തം കാര്യം മറന്നിട്ടും അവർ സദഖ ചെയ്തു. 1 ദിർഹം മാറ്റി വെച്ചില്ല നോമ്പ് തുറക്കാൻ. അതായിരുന്നു അവരുടെ സദഖ, അതായിരുന്നു അവർ രക്ഷപ്പെട്ടത്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ ഖദീജ ബീവിയെ കുറിച്ച് പറഞ്ഞത് എന്താ? മാ നഫഅനി മിസ്ലു മാ നഫഅനി മാലു ഖദീജ. ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ട് അല്ലാഹു എന്നെ സഹായിച്ചതുപോലെ മറ്റൊരാളുടെ സമ്പത്ത് കൊണ്ടും അല്ലാഹു സഹായിച്ചിട്ടില്ല. ഖദീജ റളിയല്ലാഹു തആല സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാണ് മുഴുവനും ചെലവാക്കിയത്. വസഅദത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിസ്സറാഇ വല്ലറാ. സുഖത്തിലും ദുഃഖത്തിലും അല്ലാഹുവിന്റെ റസൂലിനെ സഹായിച്ച മഹദിയാണ് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹാ. ശിഅബ് അബീ താലിബിൽ അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും ഉപരോധത്തിൽ തളച്ചിടപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ സാമ്പത്തികമായി സഹായിച്ചത് മഹദിയായ ഖദീജ ബീവിയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സമ്പത്ത് കൊണ്ട് അനാഥ മക്കളെ സഹായിച്ചു. ലാ വാലിദ ലഹു, മക്കളില്ലാത്തവരെ, വിധവകളെ, അനാഥ മക്കളെ, വൃദ്ധന്മാരെ, ജയിലിൽ കിടക്കുന്നവരെ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ട് സഹായിച്ചു. അള്ളാന്റെ മാർഗത്തിൽ ധാരാളം സമ്പത്ത് ചെലവഴിച്ചു. മൊത്തം ചെലവ് ചെയ്തു. എല്ലാ മേഖലകളിൽ നബിതങ്ങൾ ഖദീജ ബീവിയെ കുറിച്ച് പറയുന്ന ഒരു വാക്കതാണ്. ഖദീജ ബീവി മരിക്കാറായി കിടന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിരുത്തിയിട്ട് അവർ പറഞ്ഞു, അള്ളാന്റെ റസൂലെ, എൻ്റെ വഫാത്തിന്റെ സമയം അടുത്തു എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയോടൊപ്പം കുടുംബജീവിതം നയിച്ചത് 25 വർഷമാണ്. ഈ 25 വർഷ കാലയളവിൽ എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നൊരു ന്യൂനതയുണ്ടെങ്കിൽ ഫഅഫുനീ യാ റസൂലല്ലാഹ്, എനിക്ക് മാപ്പ് നൽകണേ, പൊരുത്തം തരണേ എന്ന് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞപ്പോ ഹാശാ വകല്ലാ, അങ്ങനെ പറയല്ല ഖദീജ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നീ, ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ വാണിരുന്ന ഞാന്, എന്റെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിന്റെ സമ്പത്ത് കൊണ്ട് അതെല്ലാം നികത്തുകയും മാത്രമല്ല അല്ലാഹുവിന്റെ മാർഗത്തില് വബദലത് മാലകി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെയും പറഞ്ഞത് നിന്റെ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ് നീ ചെലവ് ചെയ്തത്. അതുകൊണ്ട് ഖദീജ, എന്നോട് നീ പൊരുത്തം ചോദിക്കരുതേ, എനിക്കത് സഹിക്കില്ല, എനിക്കത് താങ്ങാൻ പറ്റൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഒരു സമ്പത്ത് കൊടുത്ത അല്ലാഹുവിന്റെ മാർഗത്തിൽ, സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാക്കണം, നീ പൊരുത്തമൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്റെ സമ്പത്ത് മൊത്തം നീ അല്ലാഹുവിന് വേണ്ടി കൊടുത്തോളാം, നിനക്കെന്ത് പേടി, നീ എന്തിനു പേടിക്കണം, എന്തിനു നീ പേടിക്കണം, പേടിക്കണ്ട.
ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖദീജ ബീവിയുടെ സമ്പത്ത് അങ്ങനെ, സൗദാ ബീവിയുടെ സമ്പത്ത് അങ്ങനെ, ആയിഷ ബീവിയുടെ സമ്പത്ത് അങ്ങനെയാണ്. നമുക്ക് കൊടുക്കാൻ പറ്റിയത് കൊടുത്തൂടെ? നമുക്ക് കൊടുക്കാൻ പറ്റിയത് കൊടുക്കാമല്ലോ. അൽഹംദുലില്ലാ. ഒരാൾ പറഞ്ഞു, അടുത്താരാ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ കുറച്ചുകൂടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിരിവിൻ്റെ കൂടെ ചിരിച്ച ബാളും കൂടെ ചേർത്ത് വിടും, അപ്പോൾ സംഭവം തീരും. അല്ലെങ്കിൽ ഇതിപ്പോൾ ഒന്നും തീരുമില്ല സംഭവം. അൽഹംദുലില്ലാ. നമുക്ക് കഴിയുന്നത് അൽഹംദുലില്ലാ. നമുക്ക് ഇനി 1 ഗ്രാമിൻ്റെ സ്വർണ്ണമെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ, 1 ഗ്രാമിൻ്റെ സ്വർണ്ണമെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. 8 പേര് എഴുന്നേറ്റാൽ 1 പവനായില്ലേ? പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ. അങ്ങനെ ചെയ്യാം അല്ലയോ? അല്ലേ? അങ്ങനെയും പറയാം. ഇനി ഓരോരുത്തരുടെ ബുദ്ധിമുട്ട്, 1 പവനൊക്കെ ചോദിച്ചാൽ 30. ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം അവസ്ഥ. പക്ഷെ ഈ അവസ്ഥ അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ ഒരു കല്യാണം നടക്കട്ടെ, ഈ അവസ്ഥ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കട്ടെ, പെരവാസ്തോലി പാലുകാച്ചു നടക്കട്ടെ, ഹൗസ് വാമിങ് നടക്കട്ടെ, എന്ത് ആഡംബരമായിരിക്കും. ഈ അവസ്ഥ അറിയാമല്ലോ എന്ന് പറഞ്ഞവരല്ലേ. അതുകൊണ്ട് പോട്ടെ, 1 ഗ്രാം മുസ്ലിം പറഞ്ഞു കൈപോക്ക്. പെട്ടെന്ന് അൽഹംദുലില്ലാ ഖദീജ ബീവിയോടൊപ്പം നമുക്ക് സ്വർഗത്തിലെത്തണം. 1 ഗ്രാം വെച്ച് പറയുക ഇൻഷാ അല്ലാഹ്. 1 ഗ്രാം വെച്ച്. കാരണം എനിക്ക് അങ്ങനെയാണ്, ഒന്നുകിൽ പ്രസംഗം അല്ലെങ്കിൽ പിരിവ്, ഇല്ലയോ? ഒന്നുകിൽ പ്രസംഗം അല്ലെങ്കിൽ പിരിവ്. 1 ഗ്രാം. സഹോദരിമാരതൊക്കെ ചോദിച്ചില്ല, നിങ്ങൾ എന്തിയ ബാക്കിയുള്ള നിങ്ങൾ 1-2 പേരല്ല, ഒന്ന് ഇറങ്ങി ഉഷാറായിട്ട് ചോദിക്കപ്പോൾ അവിടെ പോയിന്നുണ്ട് പടപടാന്ന് ഈ പടക്കന്മാരൊക്കെ പോയി അവിടെ പിരിക്കാൻ വരുമ്പോൾ അവിടെ വരണം. പടക്കെന്ന് അവർ നിൽക്കുന്നത്. പെട്ടെന്ന് പറ. 5000 രൂപ അങ്ങനെ പറഞ്ഞാൽ മതി. 5000 രൂപ നമ്മളടുത്ത് 1 ഗ്രാമിൻ്റെ പൈസ ഇല്ലേ? ഇല്ലയോ? അൽഹംദുലില്ലാ. ചോദിക്കും, പേരൊന്നും നമ്മുടെ അടുത്ത് പറയണ്ട, നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി. നമുക്ക് പേരേ വേണ്ട, പേരെന്നാളൊന്നും നമുക്ക് വേണ്ട. അൽഹംദുലില്ലാ. അത് നിങ്ങൾ അതിൻ്റെ സംഘാടകരോട് പറഞ്ഞാൽ മതി. അൽഹംദുലില്ലാ. 1 ഗ്രാമെങ്കിലും. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഇത്രത്തോളം ചെയ്തു, ആയിഷ ബീവി ചെയ്തു, ബഹുമാനപ്പെട്ട സൗദാ ബീവി ചെയ്തു. അവർക്കതിൻ്റെ മഹത്വം അത്രത്തോളം വലുതാണ്. അവർക്ക് അതിൻ്റെ മഹത്വം അത്രയ്ക്കും വലുതായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അല്ലാഹുവേ, പടച്ചവനെ, ആ സഹോദരന്റെ നിയ്യത്ത് കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, മഹദിയായ ഖദീജ ബീവിയോടൊപ്പം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടൊപ്പം സ്വർഗത്തിലെത്താൻ ഈ സദഖയെ സബബാക്കണേ അല്ലാ. വെറുതെ നമ്മൾ ഓഫറുകൾ ചെയ്തിട്ട്, വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത സ്വർഗം കിട്ടുമെന്നും അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊന്നും പറഞ്ഞിട്ടൊന്നും നമുക്ക് ഇവിടെ പിരിക്കണ്ട. അതൊന്നും നമ്മുടെ കയ്യിൽ കിട്ടുന്ന കാര്യമല്ല. ചില ആളുകൾക്ക് നമ്മളിങ്ങനെ പിരിക്കുമ്പോൾ ഇങ്ങനെ സ്വർഗത്തിൻ്റെ അവിടെ മോളിൽ കൊണ്ട് വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഹൂറിലിങ്ങളെ കെട്ടാൻ പറ്റും 15000 പറയുന്ന പറഞ്ഞാൽ ആ അത്യാഗ്രഹത്തിൻ്റെ വരെ അവൻ പറയും. അവന് ഹൂറിയും പോയിട്ട് സ്വന്തം ഒരു പെണ്ണിനെ പോലും കിട്ടൂല അവന്. നമ്മൾ അങ്ങനെ ഈ കള്ള ഓഫർ ചെയ്യാൻ അല്ലാഹു റസൂൽ പഠിപ്പിക്കാത്ത ഓഫർ ചെയ്തിട്ട് നമ്മൾ ആരും പൈസ വാങ്ങിക്കില്ല. ഇഖ്ലാസോടെ നിയത്ത് ചെയ്തിട്ട് അൽഹംദുലില്ലാ എൻ്റെ കുടുംബത്തിൻ്റെ ഇടങ്ങേറ് മുസീബത്ത് മാറാൻ, മാരകമായ രോഗങ്ങളെ തൊട്ട് രക്ഷപ്പെടാൻ. ഒരു ചെറിയ ഒരു പനി വന്നപ്പോൾ 2 ലക്ഷം 3 ലക്ഷം ബില്ലല്ലേ അബീബേ? ഒരു ചെറിയൊരു പനിക്ക് അവരും എന്താ ചെയ്യുന്നത്? ഈ പാരസെറ്റാമോൾ തന്നെ തരുന്നത്, അസിത്രോമിസിൻ മാത്രമാണ് തരുന്നത്, ഈ കഫ് സിറപ്പാ തരുന്നത്. ബില്ല് വരുമ്പോൾ 2 ലക്ഷം 3 ലക്ഷം. അല്ലാത്ത സമയത്ത് ഈ പനി പിടിച്ചു പോയാൽ ഈ മരുന്നിനെല്ലാം കൂടെ കണക്കൂട്ടിയ 750 രൂപ. എത്ര പൈസ നമ്മുടെ പോയി? നമ്മൾ സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ ആ പണം അല്ലാഹു തആല മറ്റു രീതിയിലൂടെ അല്ലാഹു പിടിച്ചെടുത്തില്ലേ? അല്ലാഹു മറ്റു രീതിയിലൂടെ പിടിച്ചെടുത്തില്ലേ? ഇതിങ്ങനെയാ അല്ലാഹു കളയുന്നത്. നമ്മൾ കൊടുത്തു നോക്ക്, തീർച്ച നമ്മുടെ സമ്പത്തിനൊരു കുറവും വരികയില്ല. നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ നമുക്കൊരു കുറവും വരികയില്ല. ബഹുമാനപ്പെട്ട ഖദീജ ബീവിക്ക് കുഴപ്പമുണ്ടായോ? ആയിഷ ബീവിക്ക് പ്രശ്നമുണ്ടായോ? സൗദാ ബീവിക്ക് പ്രശ്നമുണ്ടായോ? പ്രശ്നമുണ്ടായോ? ഇല്ല. നമ്മൾ ഈ പിടിച്ചു വെച്ചപ്പോൾ അല്ലാഹു തആല വെള്ളത്തിലൂടെ, മാരകമായ രോഗത്തിലൂടെ ആ പണം മൊത്തം അല്ലാഹു തആല കളയാൻ തീരുമാനിച്ചു. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു കിട്ടുന്ന പണത്തിൽ, അല്ലാഹു ഉള്ള സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളത് നിയത്തണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻഷാ അല്ലാഹ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഓരോ നന്മകൾ വരുമ്പോഴും നബി തങ്ങൾ പറയുന്ന വാക്കുതാ, നീ അള്ളാന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തവളാണ്, നീ അള്ളാന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തവളാണ്, നീ അള്ളാന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തവളാണ് എന്നാ പറയുന്നത്. കാരണം അത്രയ്ക്കും അതിന്റെ മഹത്വം വലുതാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകാൻ കിടക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇന്നി ഖായിഫും മിനൽ ഖബരി യാ റസൂലല്ലാഹ്. നബിയേ, എനിക്ക് ഖബറിനെ വല്ലാണ്ട് പേടിയാണ് എനിക്ക് ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോൾ. ഉരീദു മിൻക റിദാക അല്ലദീ തൽബസുഹു ഹീന നുസൂലിൽ വഹീ. വഹി ഇറങ്ങിയ സമയത്ത് അങ്ങ് പുതച്ചിരുന്ന പുതപ്പുണ്ടല്ലോ, ആ പുതപ്പ് എനിക്ക് തരുമോ നബിയേ? ഒരു പെണ്ണ് ചോദിക്കുമ്പോൾ ആ സമയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ നേരത്തെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചില്ലേ, ഒരു സഹോദരി, നമ്മുടെ ഭാര്യ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ അത് കബൂലാക്കി കൊടുക്കണം. അത് പിന്നത്തേക്ക് മാറ്റി വെക്കരുത്.
ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകാൻ പോകുന്ന സമയം പറഞ്ഞൊരു വാക്ക്, ഒരു ആഗ്രഹമാണ്. 25 വർഷം ഒളിപ്പിച്ചു വെച്ച ഒരാഗ്രഹം. എന്താണ് ആ ആഗ്രഹം? നബിയെ, അങ്ങേക്ക് വഹി വന്ന സമയത്ത് അങ്ങ് പുതച്ചിരുന്ന പുതപ്പുണ്ടല്ലോ, ആ പുതപ്പ് കൊണ്ടുവന്ന് എൻ്റെ മയ്യത്ത് ഒന്ന് പൊതിയണം. ഒരു വസിയത്താണ്, വല്ലാത്തൊരു വസിയത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെട്ടെന്ന് പോയി ആ പുതപ്പ് കൊണ്ടുവന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് കൊടുത്തു. ഫസറത്ത് ബിഹാ സുറൂറൻ അളീമാ. ഭയങ്കരമായ സന്തോഷം, ഭയങ്കരമായ സന്തോഷം. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന സമയത്ത് നബിയുനാ റസൂലുള്ളാഹി തങ്ങളാണ് കുളിപ്പിച്ചത്. നബി തങ്ങളാണ് കഫൻ പൊതിയാൻ പോകുന്നത്. നബി തങ്ങളാണ് സുഗന്ധദ്രവ്യങ്ങൾ പൂശിയത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ തുണി കൊണ്ട് കഫൻ പൊതിഞ്ഞപ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അങ്ങേക്ക് സലാം, വയഖുസ്സുക ബിത്തഹിയ്യത്തി വൽ ഇക്റാം, അങ്ങേക്ക് മാത്രം സലാം. കണ്ടോ കണ്ടോ, ഇതുവരെയൊക്കെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവി ഉള്ളപ്പോൾ ഖദീജ ബീവിക്കും കൂടെ ചേർത്തായിരുന്നു സലാം. ഇപ്പൊ ഖദീജ ബീവി വഫാത്തായി. ഖദീജ ബീവി വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം സലാം. വയഖുസ്സുക ബിത്തഹിയ്യത്തി വൽ ഇക്റാം.